തത്തേനെ പഞ്ചായത്തിൽ നിന്നാണ് ഈ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നിങ്ങള് കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? വീട്ടിൽ എത്ര പേരുണ്ട്? മാത്രമേ ഉള്ളൂ? കുട്ടിന്റെ പേരെന്താണ്? ഹസ്ബൻഡ് എന്താ ബിസിനസ്? എവിടെയാണ്? എത്ര വാർഡ്? 5 വാർഡ് അല്ലേ? കുട്ടിക്ക് എത്ര വയസ്സായി? 13 6. അതൊന്നും ശരിയേട്ടാ. മറ്റേ കാര്യം വന്നില്ലേ? അതെ പഞ്ചായത്തിനുള്ളിൽ സെൻസസ് എടുക്കാനൊക്കെ നിങ്ങൾ ആരെഴുതിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞത്. അവർ കള്ളനെ കാണെങ്കിലോ ഹലോ ഹലോ. എന്താ വർത്താനം? എന്താ നല്ല വർത്താനം. എന്താ അവിടെ നാട്ടില് മഴ ഉണ്ടോ? ഉണ്ടേ, നല്ല മഴ തന്നെയാണ് ഇപ്പൊ. വെയിലൊന്നുമില്ല. അവിടെ? ഭക്ഷണം കഴിക്കലോ കഴിഞ്ഞോ? ഭക്ഷണം കഴിക്കല് തുടങ്ങുന്നുള്ളൂ. കടയ്ക്ക് ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. വേറെന്താ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നേ ഒരാള് വന്നീനു പഞ്ചായത്ത് നിന്നാണ് പറഞ്ഞിട്ടേ. സെൻസസ് എടുക്കാനാണെന്നാ പറഞ്ഞേ. എന്താ അറിയില്ല. എന്നോട് ഇങ്ങോട്ട് ആരൊക്കെ ഇവിടെ വീട്ടിലില്ലെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ 2 കുട്ടികളും പിന്നെ ഞാനും ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ടേ. അത് കാരണം പോലെ കള്ളന്മാരോ കൊള്ളക്കാരൊക്കെ കേൾക്കാറോ അവരൊക്കെ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ചോദിക്കാണ്ട് അവരോട് പോകുന്നിട്ട് രാത്രിക്ക് വന്നാണ്ട് ഒരു പിന്നെ ആളില്ലാത്ത പരിപാടി കൊണ്ട് കക്കം ടീമൊക്കെ കയറും. അവിടുത്തെ ആലോകത്തെ വീട്ടിലൊക്കെ പോയിന്നോ ഇയാള്? അങ്ങനെ പോയതൊന്നും കണ്ടില്ല. നമ്മളെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. എന്നോട് വീട്ടിലാരൊക്കെ ഉണ്ട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 2 കുട്ടികളും പിന്നെ ഞാനുമാണ്. അപ്പൊ ഹസ്ബൻഡിന് എന്താ ജോലി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പുറത്താണ് എന്ന് പറഞ്ഞു. എന്താ കാട്ടുക? എനിക്ക് പേടിയാവാണ്. ഇനിയിപ്പോ എന്താ കാട്ടുക എനിക്ക് അറിയില്ല. ആയിക്കോട്ടെ. ഇങ്ങനത്തെ ആൾക്കാര് ആദ്യം പകല് വന്നാണ്ട് ഓരോ ചോദിച്ചു പോകും. ഞാന് ഇതിങ്ങനെ പിന്നെ പഞ്ചായത്തിന് ഡീറ്റെയിൽസ് ചോദിക്കേണ്ട വന്നപ്പോഴൊന്നും ഞാൻ പിന്നെ മെമ്പറോടോ പിന്നെ ആരുടെ ചോദിച്ചോക്കട്ടെ. പഞ്ചായത്തിന് ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചോട്ടോ. ആയിക്കോട്ടെ. ഹലോ. ഞാനിപ്പോ മെമ്പർക്ക് വിളിച്ചേ. ഹലോ. അപ്പൊ ഓല് പറഞ്ഞത് പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ആളെ വരുന്നില്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല എന്നാ പറയുന്നത്. സമയമായിട്ടില്ല എന്നാ പറയുന്നത്. തന്നെ എന്നാലേ സൂക്ഷിച്ചോട്ടോ. ചിലപ്പോ കള്ളന്മാരെ കയറാം. രാത്രി വാതിലൊക്കെ കടത്തി കടന്നോണ്ടേ. പേടിയാവട്ടോ. ബേജാറാവൊന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. ശരി എന്നാ. അച്ഛനെ വാതിലൊക്കെ ശരിക്കും അടച്ചിട്ടില്ലേ നോക്കട്ടെ. സുനുവാ ഇതെവിടെ? പിന്നെ മേലത്തെ വാതിലൊക്കെ ചടച്ചിക്കണോ? അല്ലേ ആ മനുഷ്യൻ വന്നു പോയിഞ്ഞാൽ ഒരു സമാധാനം മനസ്സിലില്ല. അപ്പൊ അടച്ചിക്കണോ? ഇങ്ങോട്ട് വാതിലൊക്കെ അടച്ചിക്കണോ? ഞാൻ പോയി നോക്കട്ടെ. എന്നാ നമുക്ക് കടക്കാൻ നോക്കട്ടോ. ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിക്കാണ്ട്. ഒരു സൗണ്ട്. സുനിയോ എന്തൊരു സൗണ്ട് തോന്നുന്നു. അറിയില്ല, ഞാൻ കേട്ടു. ഒരു സൗണ്ട് കേട്ടപ്പോ തോന്നി എനിക്ക്. എന്താ കാട്ടുക? ഞാൻ സൗണ്ട് കേട്ടുവേ. കറണ്ടും ഇല്ലട്ടോ. കറണ്ട് ഓഫ് ആക്കിയതാണോ?
ഞാൻ സൗണ്ട് കേട്ടില്ലല്ലോ അത് തോന്നിയതാ കരം എനിക്ക് കേട്ട പോലെ തോന്നിയേ. ആരെ ഈ വാതിലൊക്കെ തുറന്നിട്ടിക്കണ് കടക്കാതെ? പിന്നെ ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. പിന്നെ ഇപ്പൊ ആരാക്കരം ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവുക? കറണ്ട് ആണെങ്കിൽ വന്നിട്ടില്ല, വല്ലാത്തൊരു ഇടങ്ങാറ്. തോന്നിയതാ കരം ആരോ വാതിലിനെ മുട്ടുണ്ടല്ലോ. ആരോ വാതിലിനെ മുട്ടുണ്ട്. സുനിയോ, ആരോ വാതിലിനെ മുട്ടിയാലോ? ഇവിടുന്നാണല്ലോ ഒരു സൗണ്ട് ഇട്ടത്. ഇവിടെ ഒന്നും കാണാനുമില്ല. ആരാന്നാ പറഞ്ഞത് എനിക്കറിയില്ല. ഇതൊന്നും ആരും കാണാനല്ലോ. പോയി കടക്കുന്ന ഇവിടെ ഒന്നും കാണാനില്ല. കിടക്കണ്ടായി ആ ഓമ്പർ ഉറങ്ങുണ്ട്. ശിവമോനെ കാണാനല്ലോ. ശിവമോനെ ഇടടാ. ശിവമോനെ, ശിവമോൻ എവിടെ? അവിടെ ഉറങ്ങിയ കുട്ടിയെ കാണാലോ. മോനെ ശിവമോനെ, നീ എന്റെ കുട്ടിയോടെടാ. ശിവമോനെ, മാങ്ങ എന്ത് കാട്ടു? കുട്ടിയെ കാണാനല്ലോ. മാഞ്ച കുട്ടി എവിടെയാണ്? മേലക്കോയി വെക്കുക. ശിവമോനെ, 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 കുട്ടി എവിടെ? മോനെ മാഞ്ച കുട്ടിയുടെ ഇവിടെ എവിടെ ഇല്ലട്ടോ. എനിക്കറിയില്ല. ഈ വാതിൽ ആരെ തുറന്നുറപ്പേ? ഇവിടെ ആരെങ്കിലും ഉണ്ടായിനോ? മാഞ്ച കുട്ടി എവിടെയാണ്? കുട്ടിയെ കാണാനല്ലോ. ശിതുമോനെ, നമ്മുടെ എവിടെയും കാണാല. ശിതുമോനെ, ശിതുമോനെ, കുട്ടി എവിടെ റബ്ബേ? കുട്ടിയെ കാണാനല്ലോ. സുനു, എന്റെ കുട്ടിയുടെ ഉണ്ടല്ലേ. സുനുവാ, സുനുവാ, സുനു, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കും മോനെ. ഞാൻ ആ പൊടിച്ചു. ശിതുമോനെ ആരോ കൊണ്ടുപോകണ സ്വപ്നം ഞാൻ കണ്ടത്. അത് ഉമ്മ വേണ്ടാത്ത ആലോചിച്ചിട്ടാണ്. ഉമ്മ ഉണ്ടാ കിടക്കും.